പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റായ സെയിൽസ് പ്രൊമോഷനെ കുറിച്ചാണ്. സെയിൽസ് പ്രൊമോഷനിൽ തന്നെ അതിൻ്റെ നാച്ചർ, ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് നോക്കാം. സെയിൽസ് പ്രൊമോഷൻ ഈസ് വൺ ഓഫ് ദ കോമ്പണൻറ്റ് ഓഫ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിലെ ഒരു കോമ്പണൻ്റ് ആണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി എ ഷോർട്ട് ടേം ടൂൾ യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. സാധാരണഗതിയിൽ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഷോർട്ട് ടേമിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ സിംപ്ലി മീൻസ് എ ടൂൾ ആൻഡ് ടെക്നിക് ടു പ്രൊമോട്ട് സെയിൽസ്. സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും ടൂളും ഒക്കെയാണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ സ്വഭാവത്തിനെ കുറിച്ചാണ്. അതിലൊന്നാമത്തതാണ് ഷോർട്ട് റൺ ഇമ്പാക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സെയിൽസ് പ്രൊമോഷൻ ഒരു ചുരുങ്ങിയ കാലത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ ദീർഘകാലത്തേക്കുള്ള ഒരു പ്രൊമോഷൻ ടെക്നിക്ക് അല്ല സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് മാർക്കറ്റിൽ വിറ്റഴിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പലതരത്തിലുള്ള കൂപ്പണുകൾ, ഡിസ്കൗണ്ടുകൾ ഇതൊക്കെ അലോ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആർ വേരീഡ് ആൻഡ് ഡൈവേഴ്സ് ഇൻ ദെയർ ഫോംസ് ആൻഡ് ഫീച്ചേഴ്സ്. എക്സാമ്പിൾ ഡിസ്കൗണ്ട്, സാമ്പിൾ, പ്രീമിയം. അതായത് ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് നമ്മൾ സെയിൽസ് പ്രൊമോഷനകത്ത് പല മാറ്റങ്ങളുണ്ടായേക്കാം, അല്ലെങ്കിൽ പല രീതിയിലാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷനുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡിസ്കൗണ്ടുകളായിട്ട് കൊടുക്കാം, സാമ്പിൾസുകളായിട്ട് കൊടുക്കാം, പ്രീമിയം ആയിട്ട് കൊടുക്കാം. അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻസുകൾ നൽകുന്നത്. ഇനി മൂന്നാമത്തതാണ് ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് സം ഇൻഡ്യൂസ്മെൻറ്റ് ഓർ കൺസെഷൻ. നമ്മളിവിടെ കൺസ്യൂമേഴ്സിന് പലതരത്തിലുള്ള കൺസെഷൻസുകളോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റുകളോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകളാണ് നമ്മൾ നൽകുന്നത്. ദിസ് ഗിവ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ടു കസ്റ്റമേഴ്സ്. ഇൻ ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് സെയിൽസ്. അതായത് നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഒരു ബെനിഫിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇനി നാലാമത്തതാണ് ക്വിക്ക് റെസ്പോൺസ്. ഈ സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആളുകളിൽ നിന്നും റെസ്പോൺസസുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സാമ്പിൾസ് ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ സാമ്പിൾസിലൂടെ ആളുകൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആ സാധനം വാങ്ങാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷനിൽ നിന്നും നമുക്കൊരു ക്വിക്ക് റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. അടുത്തതാണ് സപ്പോർട്ടീവ് റോൾ. ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻ്ററി ടൂൾ ടു പ്രൊമോട്ട് സെയിൽസ്. സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സപ്ലിമെൻ്ററി റോള് മാത്രമാണ് സെയിൽസ് പ്രൊമോഷനുള്ളത്. ഇറ്റ് സപ്പോർട്ട് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഇത് അഡ്വർടൈസിങ്ങിനെയും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് മാത്രമായി നമുക്ക് കൂടുതലായിട്ട് കമ്പനിയുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൂടുതൽ വിറ്റഴിക്കാനോ ഒന്നും സാധിക്കില്ല. അതൊരു സപ്ലിമെൻ്ററി റോള് മാത്രമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണ്. സെയിൽസ് പ്രൊമോഷൻ്റെ ഫങ്ഷൻസുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ,
ടു ഇൻഫ്ലുവൻസ് ദ കസ്റ്റമേഴ്സ് ഫോർ ബൈയിങ് ദ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ ഈ സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് സാധിക്കുന്നു. രണ്ടാമത്തത് ടു മേക്ക് ദ എഫേർട്ട് ഓഫ് ഡീലേഴ്സ് ആൻഡ് സെയിൽസ് പേഴ്സണൽ മോർ എഫക്റ്റീവ്. അതായത് ഡീലർമാരുടെയും സെയിൽസ് പേഴ്സൺ ഇവരുടെയൊക്കെ ശ്രമങ്ങൾ കൂടുതലായി ഫലപ്രദമാക്കാൻ ഈ സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം സെയിൽസ് പേഴ്സണും അതുപോലെ തന്നെ ഡീലേഴ്സും ഒക്കെ പല രീതിയിൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ശ്രമങ്ങൾ ഒന്നുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കാൻ ഈ സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് സാധിക്കുന്നു. ഇനി മൂന്നാമത്തത് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. ടു ഇൻഫോം ദ പബ്ലിക് എബൌട്ട് ന്യൂ പ്രോഡക്റ്റ്, ഇറ്റ്സ് ഫീച്ചേഴ്സ്, യൂട്ടിലിറ്റി എക്സെട്ര. അതായത് പബ്ലിക്കിലേക്ക് നമ്മുടെ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചോ യൂട്ടിലിറ്റിയെ കുറിച്ചോ ഒക്കെ അറിയിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ. ടു ക്യാപ്ചർ മേജർ ഷെയർ ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ മേജർ ഷെയർ ക്യാപ്ചർ ചെയ്യാൻ സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് സാധിക്കും. ടു മീറ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനെ ഫലപ്രദമായി മീറ്റ് ചെയ്യാൻ, അതിനെ നേരിടാൻ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കാം. ടു പോപ്പുലറൈസ് ദ പ്രോഡക്റ്റ് സോ ആസ് ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ്. നമ്മളുടെ പ്രോഡക്റ്റിനെ പോപ്പുലറൈസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഈ അഡ്വാൻറ്റേജസുകൾ പല വിഭാഗങ്ങൾക്കൊക്കെയാണ് കിട്ടുന്നത്. ഒന്ന്, ടു മാനുഫാക്ചേഴ്സ്, ടു മിഡിൽ മാൻ, ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് സെയിൽസ് പ്രൊമോഷനെ കൊണ്ട് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മാനുഫാക്ചറർക്ക്, അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് പ്രൊമോട്ട് സെയിൽസ്. നമ്മുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ കമ്പനിക്ക് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ റിട്ടൈനിങ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേര് വർദ്ധിപ്പിക്കുന്നതിനും സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസുകൾ മാനുഫാക്ചർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് മിഡിൽ മാന് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എളുപ്പത്തിൽ സെല്ല് ചെയ്യാൻ അദ്ദേഹത്തിനെ സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ സെയില് ഇൻക്രീസ് ചെയ്യിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇറ്റ് എൻഹാൻസ് ദ ഗുഡ് വിൽ ഓഫ് മിഡിൽ മാൻ. ഇവിടെ മിഡിൽ മാൻ്റെ ഗുഡ് വില്ലും എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് ഓഫ് മിഡിൽ മാൻ. സ്വാഭാവികമായിട്ടും ഇവിടെ മിഡിൽ മാൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നു. ഇറ്റ് സിംപ്ലിഫൈ ദ വർക്ക് ഓഫ് മിഡിൽ മാൻ. സാധാരണഗതിയിൽ ഒരു സാധനം മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ മിഡിൽ മാൻ ചിലപ്പോൾ കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും. ഈ സെയിൽസ് പ്രൊമോഷനെ പോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ര വർക്ക് വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് സിംപ്ലിഫൈ ചെയ്യാനും സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നു. ഇനി എന്തെല്ലാം അഡ്വാൻറ്റേജസുകളാണ് കൺസ്യൂമേഴ്സിനുള്ളത് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഗീവ്സ് ദ നോളജ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിനകത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് തന്നെ ലഭിക്കും. രണ്ടാമത്തത്, ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ന്യൂ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നിലവിലുള്ള ഒരു പ്രോഡക്റ്റ് പുതുതായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൺസ്യൂമേഴ്സിന് അറിയാൻ സാധിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ലിവിങ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇറ്റ് ഓഫേഴ്സ് എ നമ്പർ ഓഫ് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഒട്ടനവധി
ക്യാഷ് ഇൻസെൻറ്റീവ്സുകളും അല്ലെങ്കിൽ നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സുകളും ലഭിക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എഡ്യൂക്കേഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അറിവുകൾ ലഭിക്കുന്ന ഒരു സോഴ്സ് കൂടിയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ കൺസ്യൂമേഴ്സിന് കിട്ടുന്നുണ്ട്. ഇനി എന്തെല്ലാം ലിമിറ്റേഷൻസുകളാണ് സെയിൽസ് പ്രൊമോഷനുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ നോക്കൂ. സെയിൽസ് പ്രൊമോഷൻ ഈസ് ഓൺലി എ ഷോർട്ട് ടേം ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലല്ല നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഒരു ഷോർട്ട് ടേം, ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് അതിന് ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് വർദ്ധിപ്പിക്കുക, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത്, സെയിൽസ് പ്രൊമോഷൻ എലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഡിസൈർഡ് റിസൾട്ട്. സെയിൽസ് പ്രൊമോഷൻ മാത്രമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഒന്നും പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇറ്റ് നീഡ് ദ സപ്പോർട്ട് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഈ പ്രൊമോഷന് എന്തിൻ്റെ സഹായം ആവശ്യമാണ്? അഡ്വർടൈസിങ്ങിൻ്റെയോ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെയോ സഹായം ആവശ്യമാണ്. മൂന്നാമത്തത്, ടു മെനി സെയിൽസ് പ്രൊമോഷൻ മേ അഡ്വൈസ്ലി എഫക്റ്റ് ദ ബ്രാൻഡ് ഇമേജ്. അതായത് നമ്മൾ ഒരുപാട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ടാണ് നമ്മളെ ബാധിക്കുക. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മേ സിഗ്നൽ പ്രൊഡക്റ്റ് വീക്ക്നെസ് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് സെയിൽസ് പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് ആളുകളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഒരു പ്രൊഡക്റ്റ് എന്തോ ഒരു മോശമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിറ്റഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായി സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് ആളുകൾ വിചാരിക്കും. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു കടയിൽ പോകുമ്പോൾ ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനെന്തോ ഒരു കാരണമുണ്ട്, അങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് എന്തോ ഒരു ഇതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പം കുറേയേറെ സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. നാലാമത്തത്, ദ ഡിസ്കൗണ്ട്സ് ആർ നോട്ട് റിയൽ ബിക്കോസ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റേസ്ഡ്. ഇനി പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഡിസ്കൗണ്ടുകൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നതല്ല. സാധാരണഗതിയിൽ നമ്മുടെ പ്രൈസ് ആദ്യം വർദ്ധിപ്പിച്ച് ആ വർദ്ധിപ്പിച്ച പ്രൈസിൽ നിന്നാണ് പിന്നെ ഡിസ്കൗണ്ടുകൾ അലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ നിന്നല്ല നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ആദ്യം ഒന്ന് വർദ്ധിപ്പിച്ച് അതിനുശേഷം ആ വർദ്ധിപ്പിച്ചതിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൺസ്യൂമേഴ്സിന് എന്ത് കിട്ടിക്കൊള്ളുന്നില്ല? ഡിസ്കൗണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ മറ്റൊരു ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് അത് പറയാം. ദെൻ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ഡു നോട്ട് ഓൾവേസ് ഡെലിവർ ദെയർ പ്രോമിസസ് വെൻ ഗിവൻ ഇൻസെൻറ്റീവ്സ്. പിന്നെ മറ്റൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്തരത്തിൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് കുറേയേറെ ഇൻസെൻറ്റീവ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് മിഡിൽ മാൻ വഴിയാണ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാ സമയത്തും മിഡിൽ മാൻ ഈ ഒരു പ്രോമിസ് ഇത് കൊടുത്തോളണമെന്നില്ല. ചില സമയത്ത് മിഡിൽ മാൻ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഓഫർ ഉള്ളത് മറച്ചു വെച്ച് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ്റെ ലിമിറ്റേഷൻസുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് കൂടുതലായി മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പലതരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ്. കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഇൻക്ലൂഡ് ടെക്നിക്സ് ഓർ സ്കീംസ് ടു ഇൻഡ്യൂസ് ദ കൺസ്യൂമർ ടു ബൈ മോർ. ഇവിടെ കൺസ്യൂമറിനെ കൊണ്ട് കൂടുതലായി സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെയാണ് കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ടി ഒട്ടനവധി സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് സാമ്പിൾസ്. സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആർ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ദ പ്രൊഡക്റ്റ് വിച്ച് ആർ ഓഫേർഡ് ടു ദ കസ്റ്റമേഴ്സ് ടു ട്രയൽ ദ പ്രൊഡക്റ്റ്. ഇവിടെ കമ്പനി ചെയ്യുന്നത്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം കൺസ്യൂമേഴ്സിന് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് സാമ്പിൾസുകളായിട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഒരു സോപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സോപ്പ് നമ്മൾ സാമ്പിൾ സോപ്പുകളാക്കി ചെറിയ സോപ്പുകളാക്കി മാറ്റിയിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കാം.
അപ്പോൾ കസ്റ്റമേഴ്സ് ഈ സാമ്പിൾ സോപ്പ് യൂസ് ചെയ്യുകയും അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വലിയ പ്രൊഡക്റ്റുകൾ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന ടെക്നിക്കുകളെയാണ് സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കൂപ്പൺസ്. കൂപ്പൺസ് എന്ന് പറഞ്ഞാൽ കൂപ്പൺസ് ആർ സർട്ടിഫിക്കറ്റ് ഓഫറിംഗ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓൺ ദ പർച്ചേസ് ഓഫ് എ സ്പെസിഫിക് പ്രോഡക്റ്റ്. അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് ഓഫ് റിഡക്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് കൂപ്പൺ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ കൂപ്പൺ ഉണ്ട് എന്നുള്ളത് പാക്കറ്റിൻ്റെ മുകളിൽ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയിരിക്കും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മുഖാന്തരം അറിയിച്ചിരിക്കും. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങി പാക്കറ്റ് തുറന്നു നോക്കുന്ന സമയത്ത് അവർക്ക് ആ കൂപ്പൺ ലഭിക്കുകയും ആ കൂപ്പൺ എത്രയാണോ റിഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ പ്രൈസിൽ നിന്നും കുറച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു ടെക്നിക്കിനെയാണ് കൂപ്പൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിബേറ്റ് പ്രൊവൈഡ്സ് എ പ്രൈസ് റിഡക്ഷൻ ആഫ്റ്റർ ദ പർച്ചേസ് ആൻഡ് നോട്ട് അറ്റ് ദ റീറ്റെയിൽ ഷോപ്പ്. റിബേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതായത് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് കുറച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്, പക്ഷേ അത് റീറ്റെയിൽ ഷോപ്പിൽ വെച്ചല്ല കിട്ടുന്നത്. ദ കൺസ്യൂമർ സെൻഡ് എ സ്പെസിഫിക് പ്രൂഫ് ഓഫ് പർച്ചേസ് ബിൽ ടു ദ മാനുഫാക്ചറർ ഹു റീഫണ്ട് എ പാർട്ട് ഓഫ് ദ പർച്ചേസ് പ്രൈസ് ബൈ മെയിൽ. അതായത് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ബില്ല് നമ്മൾ മാനുഫാക്ചറർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ മാനുഫാക്ചറർ ഈ ഒരു റിബേറ്റ് ആ പ്രോഡക്റ്റിനുണ്ടെന്ന് മനസ്സിലാക്കി ആ റിബേറ്റ് കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ബ്രാൻഡ് ലോയൽറ്റി. പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മണി റീഫണ്ട് ഓഫർ. പണം നമ്മൾ തിരികെ നൽകാമെന്നുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ് ഇവിടെ. ഇഫ് ദ ബയർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് എ പാർട്ട് ഓർ ഹോൾ ഓഫ് ദ ബയേഴ്സ് മണി വിൽ ബി റീഫണ്ടഡ് വിത്തിൻ എ സ്റ്റേറ്റഡ് പീരീഡ്. അതായത് ഇവിടെ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ആ പ്രോഡക്റ്റിൽ കസ്റ്റമർ തൃപ്തനല്ല എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പൈസ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ നൽകും എന്നുള്ള ഒരു ഓഫറാണ് മണി റീഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ മണി റീഫണ്ട് ഓഫറുകൾ കൊടുക്കുന്നത് സാധാരണ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾക്കായിരിക്കും. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അത് വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയാലാണ് ഈ മണി റീഫണ്ട് ഓഫർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്രീമിയം ഓഫർ. പ്രീമിയം ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഓർ ഗിഫ്റ്റ് ആർ ഗുഡ്സ് ഓഫേർഡ് അറ്റ് എ ലോവർ പ്രൈസ് ഓർ ഫ്രീ ആസ് ഇൻസെൻറ്റീവ് ടു purchase a particular product. It offered a consumer goods like soap, paste, brush, washing powder, etc. For instance, when a customer buys 2 soaps, a soap box is given free along with the soap. ഇവിടെ പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 2 സോപ്പുകൾ വാങ്ങി. 2 സോപ്പുകൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു സോപ്പിൻ്റെ ബോക്സ് ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പോൾ അവിടെ ഒരു ഓഫർ വെച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് അലോ ചെയ്ത് തരുന്നതിനെയാണ് പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്. അതൊരു ഗിഫ്റ്റ് രൂപത്തിലായിരിക്കും കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞു, 2 സോപ്പ് വാങ്ങിയപ്പോൾ ഒരു സോപ്പിൻ്റെ ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് ഗിഫ്റ്റ്, അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ സോപ്പിൻ്റെ ബോക്സിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്രീ ട്രയൽസ്. This consists of inviting buyers to try the product without cost, hoping that the buyer will buy the product. അതായത് ഫ്രീ ട്രയൽസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ആദ്യം തന്നെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ അത് ഉപയോഗിച്ച് വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയാൽ അവർ ഇത്തരത്തിൽ ട്രയലുകൾ അനുവദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ട്രയലിൽ നിന്നും കസ്റ്റമേഴ്സ് ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കി ആ പ്രോഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കുന്ന സമയത്ത് ഇവിടെ മാനുഫാക്ചറർ കാശ് വാങ്ങുന്നില്ല, പകരം അത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് പർച്ചേസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്രൈസസ്.
പ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസസ് ആർ ദ ഓഫേഴ്സ് ഓഫ് ദ ചാൻസ് ടു വിൻ എ ക്യാഷ് ഓർ ട്രിപ്സ് ഓർ ഗുഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് പർച്ചേസിങ് സംതിങ്. നമ്മളൊരു സാധനം വാങ്ങിയതിന് ശേഷം നമുക്കൊരു പക്ഷേ ക്യാഷ് കിട്ടാം, അല്ലെങ്കിൽ ട്രിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിനെയാണ് പ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്കൊരു പക്ഷേ ക്യാഷ് വിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് വിൻ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളാവാം. അപ്പം ഇങ്ങനെ നമുക്ക് പ്രൈസസുകൾ ഓഫർ ചെയ്യുന്നതിനെയാണ് പ്രൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൺസ്യൂമർ കോൺടെസ്റ്റുകളാണ്. കൺസ്യൂമർ കോൺടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് കോമ്പറ്റീഷൻ സച്ച് ആസ് വാക്ക് ആൻഡ് വിൻ, സിംഗിങ് കോൺടെസ്റ്റ്, എസ്സേ ഓർ ക്വിസ് കോമ്പറ്റീഷൻസ് ആർ ഓർഗനൈസ്ഡ് എമംഗ് ദ കൺസ്യൂമേഴ്സ്. അതായത് ഇവിടെ കമ്പനികൾ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോൺടെസ്റ്റുകൾ എന്ത് ചെയ്യാണ്, നടത്തുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക്ക് ആൻഡ് വിൻ, അല്ലെങ്കിൽ സിംഗിങ് കോൺടെസ്റ്റ്, അല്ലെങ്കിൽ എസ്സേ കോമ്പറ്റീഷൻ, ക്വിസ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി നടത്തിക്കൊണ്ട് കമ്പനികൾ നടത്തുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെയാണ് കൺസ്യൂമർ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ്. ഇനി കമ്പനികൾ ചില സമയത്ത് എക്സിബിഷൻസുകൾ നടത്താറുണ്ട്. ഒരു പ്രത്യേക സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കമ്പനിക്കുള്ളിലോ ഒക്കെ പലതരത്തിലുള്ള എക്സിബിഷൻസുകൾ, ട്രേഡ് ഫെയർസുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനെയാണ് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ബോർഡാണിത്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത്. ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. മിക്ക റെഡിമെയ്ഡ് ഷോപ്പുകളിൽ നമ്മൾ കാണുന്ന ഒരു ഓഫറാണിത്. ഒരു ഷർട്ട് വാങ്ങുന്ന സമയത്ത് മറ്റൊരു ഷർട്ട് ഫ്രീ. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യമായി നൽകിക്കൊണ്ട് കൊടുക്കുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കിനെയാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തെ ഇതാണ് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ്. ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ് പ്രധാനമായും നൽകുന്നത് ഡീലേഴ്സിനാണ്. ഡീലേഴ്സ് മീൻസ് മിഡിൽ മാൻ ആണ്. ഹോൾസെയിലേഴ്സ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം. അപ്പോൾ ഇവർക്ക് നൽകുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കിനെയാണ് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രൈസ് ഡീൽസ്. പ്രൈസ് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ദിസ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആർ ഓഫേർഡ് ഓവർ ആൻഡ് എബോവ് ദ റെഗുലർ ഡിസ്കൗണ്ട്സ്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോൾസെയിലർ മാനുഫാക്ചററുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ടുകൾ അലോ ചെയ്യുന്നുണ്ടാവും. എന്നാൽ അതിൽ കൂടുതൽ ഡിസ്കൗണ്ടുകൾ എന്ത് ചെയ്യുക, ഇവിടെ ഓഫർ ചെയ്യുക. അങ്ങനെ ഓഫർ ചെയ്യുന്നതിനെയാണ് പ്രൈസ് ഡീൽസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഫ്രീ ഗുഡ്സ്. ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സ് ഗിവ് എവേ അട്രാക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആർട്ടിക്കിൾസ് ആസ് പ്രസൻസ് ദ ഡീലേഴ്സ് വെൻ ദേ ബൈ എ സർട്ടൈൻ ക്വാണ്ടിറ്റി. ദീസ് ഗിഫ്റ്റ്സ് ക്യാൻ ബി ട്രാൻസിസ്റ്റർ, റേഡിയോ സെറ്റ്സ്, ക്ലോക്ക്, ചെയേഴ്സ്, ടേബിൾസ്, ക്യാഷ് ബോക്സ്, ഡ്രസ് മെറ്റീരിയൽസ് എക്സെട്ര. ഇവിടെ ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്ന ഡീലേഴ്സിന് മാനുഫാക്ചറർ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ട്രാൻസിസ്റ്റർ ആവാം, അല്ലെങ്കിൽ റേഡിയോ സെറ്റ് ആവാം, ക്ലോക്ക് ആവാം, ചെയർ ആവാം, ടേബിൾ ആവാം. അങ്ങനെ പലതരത്തിലുള്ള ഗുഡ്സസുകൾ ഓഫർ ചെയ്യുന്നതിനെയാണ് ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് അഡ്വർടൈസിങ് മെറ്റീരിയൽസ്. അഡ്വർടൈസിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ the manufacturer distributes some advertising materials such as store signs, shelf signs, board, etc. for display purpose. അതായത് ഹോൾസെയിലറുടെ കടയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ റീറ്റെയിലറുടെ കടയ്ക്ക് മുമ്പിലോ ഡിസ്പ്ലേ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വർടൈസിങ് മെറ്റീരിയൽസുകൾ അലോ ചെയ്ത് കൊടുക്കുക. അത് സ്റ്റോർ സൈൻസ് ആവാം, അല്ലെങ്കിൽ സെൽഫ് സൈൻസ് ആവാം, ബോർഡുകളാവാം. ഇങ്ങനെ പലതരത്തിലുള്ള അഡ്വർടൈസിങ് മെറ്റീരിയൽസ് ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി നാലാമത്തേതാണ് ട്രേഡ് അലവൻസസ്. ട്രേഡ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് കോമൺ ട്രേഡ് പ്രൊമോഷൻ. ദിസ് ഇൻക്ലൂഡ്സ് എ ഡിസ്കൗണ്ട് ഓർ എ ഡീൽ ഓഫേർഡ് ടു റീറ്റെയിലേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ടു എൻകറേജ് വെൻ ടു സ്റ്റോക്ക്, പ്രൊമോട്ട് ഓർ ഡിസ്പ്ലേ ദ മാനുഫാക്ചേഴ്സ് പ്രൊഡക്റ്റ്. ട്രേഡ് അലവൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു മാനുഫാക്ചറുടെ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് കൂടുതലായി ഡിസ്പ്ലേ ചെയ്യുന്നതിനോ ഒക്കെ
കൊടുക്കുന്ന അലവൻസസിനെയാണ് നമ്മൾ ട്രേഡ് അലവൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോൾസെയിലേഴ്സ് കൂടുതലായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നൽകുന്ന അലവൻസസുകളെയാണ് നമ്മൾ ട്രേഡ് അലവൻസസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തതാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്. സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗിഫ്റ്റ് given to dealers or to their sales force to publish manufacturer's product. The gift consists of low items bearing company's name such as pen, diaries, pencil, calendars, purse, memo, parts, etc. ഇവിടെ സാധാരണഗതിയിൽ സെയിൽസുകൾ കൂടുതലായിട്ട് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പേര് അച്ചടിച്ചിട്ടുള്ള പെന്നുകളോ പെൻസിലുകളോ ഡയറികളോ ഒക്കെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഡീലേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡീലേഴ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അവർ കൂടുതൽ എൻകറേജ് ആവുകയും അവർ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൽകുന്ന അഡ്വർടൈസിങ്ങുകളെയാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡീലർ കോണ്ടസ്റ്റ്. ഡീലർ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സെയിൽസ് ഇൻസെൻറ്റീവ്സ് കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് എമംഗ് ഡീലേഴ്സ് ഓർ സെയിൽസ്മാൻ. അതായത് ഡീലേഴ്സിൻ്റെ ഇടയിൽ നടത്തുന്ന ചില മത്സരങ്ങളെയാണ് നമ്മൾ ഡീലർ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപക്ഷെ ഏറ്റവും നന്നായി പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ആൾക്ക് സമ്മാനം കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ഏറ്റവും നന്നായിട്ട്